കഴിഞ്ഞ വ്യാഴാഴ്ച കുത്തേറ്റ് മരിച്ച നേഴ്സ് ദമ്പതികളായ സൂരജിനും ബിൻസിക്കും ഒരേ കല്ലറയിൽ അന്ത്യനിദ്ര ഒരുക്കിയിരിക്കുകയാണ്. ഇരുവരുടെയും സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ഡലം പുല്ലവനം റോഡിലെ സൂരജ് കെ ജോൺ, ഭാര്യ ബിൻസി എന്നിവരാണ് അബ്ബാസിയയിലെ ഫ്ളാറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സംസ്കാര ചടങ്ങുകളെല്ലാം നടന്നു. വളരെ വേദനാജനകമായ നിമിഷങ്ങളിലൂടെയാണ് ഉറ്റവർ കടന്നുപോയത്. പ്രത്യേകിച്ച് ആ രണ്ടു കുട്ടികൾ. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഉറ്റവർ തേങ്ങിയ നിമിഷം. മാസങ്ങൾക്ക് ശേഷം അമ്മയെയും അച്ഛനെയും ആ കുഞ്ഞുങ്ങൾ കാണുന്നത് ജീവനില്ലാതെയാണ്. അമ്മ ഓസ്ട്രേലിയയിലെത്തി മറ്റു നടപടികളെല്ലാം പൂർത്തിയാക്കി കുഞ്ഞുങ്ങളെയും അവിടേക്ക് കൊണ്ടുപോകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിന്റെ മുന്നോടിയായിട്ടാണ് കുഞ്ഞുങ്ങളെ നാട്ടിലെത്തിക്കുന്നതും. കുഞ്ഞുങ്ങൾക്ക് ഉമ്മ കൊടുത്ത് യാത്ര പറഞ്ഞുപോയ അമ്മയെ കുഞ്ഞുങ്ങൾ പിന്നീട് കാണുന്നത് മരിച്ച നിലയിലാണ്. എന്തു പറഞ്ഞാണ് കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കേണ്ടതെന്നറിയാതെ ബന്ധുക്കൾ ഉരുകുകയാണ്. ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്താണ് അവിടെ പെട്ടെന്ന് ഇവർക്കിടയിൽ സംഭവിച്ചത്? ഈ കുഞ്ഞുങ്ങളെ മറന്ന് അവർ മരിക്കണമെങ്കിൽ അവർക്കിടയിൽ അത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കണം. എന്നാൽ ബന്ധുക്കളിൽ ആർക്കും അവർക്കിടയിൽ ഒരു പ്രശ്നങ്ങൾ ഉള്ളതായിട്ടൊന്നും അറിയത്തുമില്ല. രണ്ടുപേരെയും ഒരേ കല്ലറയിലാണ് അടക്കിയിട്ടുള്ളത്. സൂരജിന്റെ നാട്ടിൽ തന്നെയാണ് ഇവരുടെ അടക്കം. ഇന്ന് രാവിലെ 8:30യോടെയാണ് മണ്ഡലത്തെ വീട്ടിലേക്ക് എത്തിച്ചത്. കണ്ണൂർ വിമാനത്താവളം വഴിയാണ് മൃതദേഹങ്ങൾ എത്തിച്ചത്. തുടർന്ന് പൊതുദർശനമുണ്ടായിരുന്നു. മൂത്ത മകളുടെ കരച്ചിൽ കണ്ടു നിൽക്കാനാവില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അച്ഛനെയും അമ്മയെയും മാറി മാറി വിളിച്ച് കണ്ണു തുറക്കാൻ പറഞ്ഞ് കരയുന്ന കുട്ടികൾ. അവരെ സമാധാനിപ്പിക്കാൻ പാടുപെടുന്ന ബന്ധുക്കൾ. മണ്ഡലത്തെ വീട്ടിൽ ഈ സമയത്ത് അമ്മ തങ്കമ്മയും മൂത്ത സഹോദരിയും ബന്ധുക്കളും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ബീനയുടെയും സൂരജിന്റെയും കുട്ടികളായ 7ഉം 4ഉം വയസ്സുള്ള മക്കളും. 4 വയസ്സായ ഇളയ മകന് എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും തിരിച്ചറിയാൻ കഴിയാത്തതും കുഞ്ഞ് ഒന്ന് പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയുമാണ് കാണുന്നത്. നാട്ടുകാർക്കും വീട്ടുകാർക്കുമൊന്നും ആ മരണം വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ആകസ്മികമായി ഉണ്ടായ ഒരു സംഭവമാണ്. അവർ നനച്ചിരിക്കാതെ വന്നിരിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ ഈസ്റ്ററിന് നാട്ടിൽ വന്ന് ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് പോയവരാണ്. ഇവർക്കിടയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് പോലും ആർക്കും അറിയില്ല. മറ്റുള്ളവരുടെ കണ്ണിൽ അത്രയും സന്തോഷത്തോടെയും ഐക്യത്തോടെയും ജീവിക്കുന്നവരായിരുന്നു അവർ. അവർക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ എല്ലാവരും പകച്ചു നിൽക്കുന്നത് കാണാം. ഒടുവിൽ ഇവർ അറിയുന്നത് ഈ ഒരു ആത്മഹത്യയും കൊലപാതകവുമാണ്. ഇരുവരുടെയും മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സഭാ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. അപ്പോൾ അവിടുത്തെ 100 കണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നത്. സുഹൃത്തുക്കളും ബന്ധുക്കളും സഹപ്രവർത്തകരുമടക്കം കുറെ പേര് തന്നെ അന്തിമോപചാരം അർപ്പിക്കാനായി അവിടെ എത്തിയിരുന്നു. ഏകദേശം ഉച്ചക്ക് 1 മണിയോട് കൂടിയാണ് മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി സഭാ മോർച്ചറിയിൽ എത്തിച്ചത്. അപ്പോൾ തന്നെ ഭൗതിക ശരീരം കാണാൻ ഒരുപാട് പേർ എത്തിയിരുന്നു. പിന്നീടാണ് പ്രദർശനത്തിനു ശേഷം വൈകുന്നേരത്തോടെ ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി രാത്രി വിമാനത്താവളത്തിൽ ഇവരുടെ മൃതദേഹം നാട്ടിലേക്ക് അയച്ചത്. തുടർന്ന് ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങുകയായിരുന്നു. കുവൈത്തിലുള്ള സഹോദരിയും ഈ മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു. സൂരജിനെ കുറിച്ചും ബിൻസിയെ കുറിച്ചും ഒരുപാട് വാർത്തകൾ പരക്കുന്നുണ്ട്. അതിലെ സത്യാവസ്ഥ ഇതുവരെ വ്യക്തമായിട്ടില്ല. സൂരജ് അതിക്രൂരമായി ബിൻസിയെ കൊന്നുവെങ്കിൽ എന്തിനാണ് ഇരുവരുടെയും മൃതദേഹം ഒരു കല്ലറയിൽ അടക്കിയത്? സൂരജിന്റെ നാട്ടിലെ സഭാ പള്ളിയിൽ അടക്കം ചെയ്തത് അത് വലിയൊരു ചോദ്യം ചിഹ്നം തന്നെയാണ്. അവർക്കിരുവർക്കും അവിഹിതമുണ്ടെന്നും പറയപ്പെടുന്നു. മൂന്നാമതൊരാളാണ് ഇത് ചെയ്തതെന്നും പറയപ്പെടുന്നു. ഒന്നിനും വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവും ലഭിച്ചിട്ടില്ല. ഇവിടെ അനാഥരാക്കപ്പെട്ടിരിക്കുന്നത് ഈ കൊച്ചു കുട്ടികളാണ്. പിണക്കങ്ങളിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ ഒരിക്കലും അംഗീകരിക്കാനാവാത്ത പല കാര്യങ്ങളും ഉണ്ടായി എന്നതിന്റെ പേരിൽ 2 മക്കളെ അനാഥരാക്കിയാണ് ആ മാതാപിതാക്കൾ 6 അടി മണ്ണിലേക്ക് യാത്രയായത്.